ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഒരു ബാങ്ക് അക്കൗണ്ട്, അത് IDFC എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് തന്നെ അതിൻ്റെ ഓൺലൈനായിട്ടുള്ള ഓപ്പണിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ തുടർന്നും ഇതുപോലെ ഉപകാരപ്പെടുന്ന ഇൻഫർമേറ്റീവ് വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഗൂഗിളിൽ എടുത്തുക. അതിനുശേഷം നിങ്ങളിവിടെ IDFC നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, IDFC ബാങ്ക് അക്കൗണ്ട് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ അവരുടെ ആ ഒരു ഫസ്റ്റ് തന്നെ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. IDFC ഫസ്റ്റ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്കും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ അപേക്ഷിക്കുന്നതിൻ്റെ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെയിൻ പേജിൽ നിങ്ങൾക്ക് വരാവുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഇവിടെയാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഓപ്പൺ അക്കൗണ്ട് എന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അവിടെയാണ് നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഇൻസ്റ്റൻറ്റ് ഡിജിറ്റൽ അക്കൗണ്ട് ഓപ്പണിംഗ് എന്നാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കുന്നതിൻ്റെ പേജിലേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു ലോഡിങ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിതാ ഇവിടെ നമ്മളെ അക്കൗണ്ട് ഇവിടെ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഈ ഒരു പേജിലേക്ക് നിങ്ങൾക്ക് എത്തിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മുകളിലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ നമുക്ക് ആദ്യമായിട്ട് എൻ്റർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങളിവിടെ ഈ ഒരു ബോക്സിൽ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ, അതാണ് പാൻ കാർഡ് നമ്പർ, അത് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളെ ആധാർ കാർഡിൻ്റെ 12 ഡിജിറ്റ് ആധാർ കാർഡ് നമ്പറും നിങ്ങളിവിടെ എൻ്റർ ചെയ്തിട്ട് ഗെറ്റ് OTP എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വെരിഫിക്കേഷൻ കോഡ് വരുന്നതായിരിക്കും. ആ ഒരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങൾക്ക് താഴത്ത് കാണുന്ന ഈ ഒരു ഓപ്ഷൻ, അതായത് നിങ്ങൾ ഗെറ്റ് OTP എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വരാവുന്നതാണ്. അവിടെ നിങ്ങൾ ആ ഒരു OTP കാർഡ് നിങ്ങൾ എൻ്റർ ചെയ്തിട്ട് വെരിഫൈ ആധാർ എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം അതിന് ശേഷമുള്ളതാണ് റിവ്യൂ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് നമ്മുടെ ആധാർ കാർഡത്തെ അഡ്രസ്സ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ്ലി നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റുള്ള ഓപ്ഷൻസുകൾ, ഒക്യുപ്പേഷൻസ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള പേജും കാര്യങ്ങളൊക്കെയാണ് താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങൾക്ക് ഒക്യുപ്പേഷൻ ആഡ് ചെയ്യേണ്ടതുണ്ട്, അതായത് നിങ്ങളുടെ ജോലി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ സോഴ്സ് ഓഫ് ഇൻകം, ഓക്കെ, സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് മന്ത്ലി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആനുവലി നിങ്ങളുടെ ഇൻകം എത്രയാണ് എന്നാണ് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ അടുത്തത് തന്നെ ആനുവൽ ഇൻകം എത്രയാണെന്നുള്ളത് ഇൻ റുപ്പീസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്കുള്ളത് മദേഴ്സിൻ്റെ ഫുൾ നെയിം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ബോക്സും കൂടി ഉണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ മെയിൻലി ശ്രദ്ധിച്ചായിട്ട് തന്നെ എൻ്റർ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഏതാണെന്ന് വെച്ചാൽ നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, അപ്പം ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് വരികയാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് വേരിയൻറ്റ്. നിങ്ങൾക്ക് 2 രീതിയിലുള്ള അക്കൗണ്ടുകൾ ഇതിൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് ആവറേജ് മന്ത്ലി ബാലൻസ് ആയിട്ട് വരുന്നത് 25,000 രൂപയുടെ ഉണ്ട്, അതുപോലെ തന്നെ 10,000 രൂപയുടെ മന്ത്ലി ബാലൻസ് വരുന്നതുമുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയുള്ള വ്യക്തികളല്ലേ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മന്ത്ലി ബാലൻസ് വരെ 10,000 രൂപ കീപ്പ് ചെയ്യേണ്ടി വരും. നിങ്ങൾക്ക് രണ്ടാമത്തെ വേരിയൻറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് 0 ബാലൻസ് അക്കൗണ്ടാണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു മന്ത്ലി നിങ്ങൾക്ക് 10,000 അല്ലെങ്കിൽ 25,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിൽ ലിമിറ്റായിട്ട് നിങ്ങൾ ബാലൻസ് കീപ്പ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം അതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സും താഴത്തോട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ. 25,000 രൂപയോ മന്ത്ലി ബാലൻസ് ഉള്ള ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സുകൾ താഴത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ 10,000 രൂപ മന്ത്ലി ബാലൻസ് വരുന്നതിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കുന്ന അത്രയും ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ അല്ല. ചില ഓപ്ഷൻസ് മാത്രമാണ് സെയിം ആയിട്ടുള്ള രണ്ടിലും വരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വേരിയൻ്റ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു 10,000 രൂപ മന്ത്ലി കീപ്പ് ചെയ്യുന്നതിൻ്റെ ഈ ഒരു ഓപ്ഷനാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് ഓപ്ഷൻസുകളൊക്കെ. അടുത്തതാണ് നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്യേണ്ട പേജിലോട്ടാണ്. താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് യെസ് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമിനി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
നോമിനി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ അക്കൗണ്ട് ഉള്ള ബാലൻസും കാര്യങ്ങളും ആർക്കാണ് വേണ്ടത്, ആർക്കാണ് ലഭിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ഓപ്ഷനാണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് കൊടുക്കണം, അവരുടെ നെയിം കൊടുക്കണം, അവരുടെ അഡ്രസ്സ് കാര്യങ്ങളും കൊടുക്കണം, അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. പിന്നെ അവരുടെ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സും സെയിം ആണെങ്കിൽ ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അതർ അഡ്രസ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അതർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്ത് സെപ്പറേറ്റ്ലി നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ ഉള്ള ഡിസ്ക്ലെയിമർ ആണ് കേട്ടോ. അപ്പോൾ താഴത്തോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു ഡിസ്ക്ലെയിമർ ഉണ്ട്. സോ അത് നിങ്ങൾ ടിക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് പ്രൊസീഡ് ടു ഓപ്പൺ അക്കൗണ്ട് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രൊസീഡ് ടു ഓപ്പൺ അക്കൗണ്ട് ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ളത് ഈ ഒരു പേജിലോട്ട് നിങ്ങൾ എത്തിയിട്ടുണ്ട്. സിമ്പിളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു അക്കൗണ്ട്, കുറേ കാര്യങ്ങളൊന്നും ഫില്ല് ചെയ്യാനില്ല. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഫണ്ട് ആഡ് ചെയ്യാനുള്ളതാണ്. ഫണ്ട് യുവർ അക്കൗണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഫണ്ട് ആഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ആഡ് ഫണ്ട് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10,000 രൂപയാണല്ലോ മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു 10,000 രൂപ തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ 10,000 രൂപ എൻ്റർ ചെയ്തു. പിന്നെ നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ മറ്റുള്ള ഏതെങ്കിലും UPI ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് ഇതിലേക്ക് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേയിലെ മണ്ടയിലേക്ക് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നേരെ ഗൂഗിൾ പേയിലേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ്. അവിടെ നിന്ന് ആ ഒരു എമൗണ്ട് നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ UPI പിൻ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ഈ ഒരു 10,000 രൂപ നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് KYCയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പിന്നീടാണ് നമ്മളുടെ KYC പ്രൊസീജിയേഴ്സൊക്കെ സ്റ്റാർട്ട് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ 25,000 രൂപയുടെ വേരിയൻ്റാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 25,000 രൂപ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ 10,000 രൂപയുടെ ആഡായിട്ട് ഞാൻ ആഡാക്കി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ എനിക്ക് കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. ഞാനിവിടെ ആഡ് ചെയ്തു 10,000 രൂപ. ഇത് നിങ്ങൾക്ക് ഇവിടെ താഴത്തുള്ള ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ KYCയിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. സിമ്പിളായിട്ട് തന്നെ നമുക്ക് KYCയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ATM കാർഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ അതിൻ്റെ കസ്റ്റമർ ID-യും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പറും എല്ലാം ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പം നമ്മുടെ അക്കൗണ്ട് പൂർണ്ണമായിട്ട് ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു KYC കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. ഇവിടെ ഒരു ടൈമർ കാണാൻ പറ്റും. ആ ടൈമർ കഴിയുന്നതിനുള്ളിൽ തന്നെ നമുക്കൊരു ഏജൻറ്റ് വരുന്നതായിരിക്കും, അവരുടെ ഒരു ഏജൻറ്റ്. അപ്പം നിങ്ങൾ ഹോളിഡേ ഒന്നും അല്ലാത്ത ദിവസത്തിൽ നിങ്ങളിത് KYC കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ രാവിലെ 10 മണി ടു വൈകുന്നേരം 5 മണി അല്ലെങ്കിൽ 6 മണിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് മാനേജർ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെർമിഷൻസ് ഒക്കെ അലോ ചെയ്ത് കൊടുക്കാം, ക്യാമറയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പാൻ കാർഡ്, ആധാർ കാർഡ്, അതുപോലെ തന്നെ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പേപ്പർ, ഒരു പെന്ന്, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് അവർ ചോദിക്കും, നിങ്ങളെ പാൻ കാർഡ് കാണിച്ചു തരാൻ പറയും. അപ്പോൾ നിങ്ങൾ കറക്റ്റ്ലി നിങ്ങൾ ആ പാൻ കാർഡ് കാണിച്ചു കൊടുക്കണം. ഫിസിക്കലായിട്ടുള്ള പാൻ കാർഡ് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇൻസ്റ്റൻ്റ് പാൻ കാർഡ് വെച്ചിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് സൈൻ ചെയ്യാൻ പറയുന്നതായിരിക്കും, അവർ സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളെ സെൽഫി ഒന്ന് ക്യാപ്ചർ ചെയ്തെടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 48 ഹവേഴ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ KYC കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പിന്നീട് അത് നിങ്ങൾക്ക് ഗൂഗിൾ പേയിലും ഫോൺ പേയിലും Paytm-ലൊക്കെ ലിങ്ക് ചെയ്തിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാനും സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നല്ല നല്ല വീഡിയോസ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതായിരിക്കും. ഫേസ്ബുക്കിലാണ് വീഡിയോസ് കാണുമെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് ചെയ്തോളൂ. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.